നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ മേഖലയിലെ തരിശുപാടങ്ങളിൽ മീൻ വളർത്താൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് മന്ത്രി പി ജെ ജോസഫ്. മാലിന്യങ്ങൾ അടിഞ്ഞ് ഒഴുക്ക് നിലച്ച വെങ്ങല്ലൂർ തോടിന് ശാപമോക്ഷമാകുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തോട് ശുചീകരിക്കുന്നു. പുറപ്പുഴ പഞ്ചായത്തിലെ നായർ കോളനി പാലം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ മേഖലയിലെ തരിശുപാടങ്ങളിൽ മീൻ വളർത്തൽ പ്രോത്സാഹിപ്പിക്കുമെന്ന് മന്ത്രി പി ജെ ജോസഫ്. നെല്ലും മീനും കൃഷിയോ നെല്ലും തെങ്ങും കൃഷിയോ നടപ്പാക്കാവുന്നതാണ്. മുതലക്കോടത്ത് നെല്ലും മീനും താറാവും കൃഷി വിളവെടുപ്പിനെ തുടർന്ന് മത്സ്യസമൃദ്ധി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ ഈ വെറുതെ കിടക്കുന്ന ഈ കുളങ്ങളിൽ മുഴുവൻ പാടത്ത് മുഴുവൻ മീൻ വളർത്താൻ പാടില്ല. വെറുതെ ദശായിട്ട് കിടക്കുന്നു. ഇവിടെ എല്ലാം കുളം തീർത്ത് മീൻ വളർത്താം. അത് പ്രചോദനമായി തീരട്ടെ. ഏതായാലും നെൽകൃഷിയില്ല. തിട്ടയുണ്ടാക്കിയിട്ടെ ഈ കരയ്ക്ക് തെങ്ങുകൾ നന്നായിരിക്കണം. കേട്ടോ, ഒരു നെല്ലും ഒരു മത്സ്യവും എന്നുള്ള നിലയിൽ അംഗീകരിപ്പിച്ചിട്ടുണ്ട്. അത് കുട്ടനാട്ടിൽ പോലും അംഗീകരിച്ചതാണല്ലോ. കുട്ടനാട്ടിൽ ഒരു നെല്ല് ഒരു മത്സ്യം അംഗീകരിച്ചിരിക്കുന്ന നയവാ. 4000 ഏക്കറിലാണ് കൃഷി. ഒരു വളവും ചെയ്യണ്ട നെല്ലിന്. ഇതിന് മീനിന്റെ കാഷ്ടമെല്ലാം കൂടെ ഇട്ടിട്ട് വെറുതെ ചെയ്താൽ അതുപോലെ തന്നെ മരുന്നും അടിക്കണ്ട. ഒരു നെല്ലും മീനും എന്നുള്ള മുദ്രാവാക്യം അംഗീകരിപ്പിക്കണം. മത്സ്യവിളവെടുപ്പ് മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ഷിജു പോൾ അധ്യക്ഷനായിരുന്നു. മത്സ്യത്തിന്റെ ആദ്യ വിൽപ്പന ട്രാക്ക് പ്രസിഡന്റ് MC മാത്യു നിർവഹിച്ചു. താറാവിന്റെ ആദ്യ വിൽപ്പന കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ നിർവഹിച്ചു. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. 2011 നവംബർ 5-നാണ് ഒരേക്കർ പാടശേഖരത്ത് മത്സ്യകൃഷി ആരംഭിച്ചത്. പലയിടത്തായിട്ട് മുറിക്കുന്നത് ഒരു സ്ഥലത്തേക്കാക്ക. അതുപോലെ യുവമോർച്ചയിൽ നിന്ന് രാജിവെച്ച ചിലർ യൂത്ത് കോൺഗ്രസിൽ ചേർന്നതോടെ കോലാനിയിൽ ഏറ്റുമുട്ടൽ. രാജിവെച്ചയാളെ യുവമോർച്ച പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. ഇയാളെ ആശുപത്രിയിൽ സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും മർദ്ദനം. കോലാനി ചേരിയിലെ യുവമോർച്ച പ്രവർത്തകനായിരുന്ന അഭിലാഷ് മോഹനനെ യുവമോർച്ച പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. ഇവരെ സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന മണ്ഡലം വൈസ് പ്രസിഡന്റ് PJ റോയിയെയും സഹപ്രവർത്തകനെയും ആശുപത്രി പരിസരത്ത് ആക്രമിക്കുകയായിരുന്നു. റോയിയുടെ ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്. യുവമോർച്ചയിൽ നിന്ന് രാജിവെച്ച് 6 പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിന്റെ യൂണിറ്റിൽ ചേർന്നതിന് പ്രതിഷേധിച്ച് അവർ ആ യുവമോർച്ച പ്രവർത്തകരെ, ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്ന പ്രവർത്തകരെ ഉപദ്രവിക്കുകയും അതിനോടനുബന്ധിച്ച് അവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുകയായിരുന്നു. അവരെ സന്ദർശിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി എന്നെ അവർ സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. എന്നെ വധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അവർ. അതുകൊണ്ട് കമ്പുകൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കൈകൊണ്ട് തടുത്ത് എന്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ്, DCC ജനറൽ സെക്രട്ടറി KV സിദ്ധാർത്ഥൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് ജിയോ മാത്യു തുടങ്ങിയവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. കണ്ണൂരും പാലക്കാടും അതുപോലെ മലബാർ പ്രദേശങ്ങളിൽ RSSകാരും BJPക്കാരും അക്രമങ്ങൾ അഴിച്ചുവിട്ട് അവിടെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തൊടുപുഴയിൽ ആദ്യം നമ്മുടെ കോലാനി ചേരിയിലും അതിനുശേഷം ഇപ്പോൾ പാറക്കടവിലും BJPക്കാരും RSSകാരും ചേർന്നുകൊണ്ട് അവിടെ സ്വൈര്യമായി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ സമാധാനത്തിന് തകർച്ച വരുന്ന രീതിയിലുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവണത
മുളയിലെ തന്നെ നുള്ളിക്കളയണം. അത് കളയണമെങ്കിൽ പൊതുജനങ്ങളുടെ വലിയ സഹകരണം ഉണ്ടായേ പറ്റുള്ളൂ. അക്രമങ്ങൾ നടത്തുന്ന ആളുകളുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസും മുമ്പോട്ട് വരണം. പോലീസ് നിയമവാഴ്ച തകർക്കുന്ന ആരായാലും അവരെ വെച്ച് പുലർത്തുവാൻ സമ്മതിക്കരുത് എന്ന അഭിപ്രായമാണ് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉള്ളത്. മലബാർ മേഖലയിൽ BJPയുടെയും RSSന്റെയും യുവമോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടാ രാഷ്ട്രീയം ഇന്ന് തൊടുപുഴ മേഖലയിൽ ആവർത്തിക്കുവാനും തൊടുപുഴ മേഖലയിൽ ഗുണ്ടാ രാഷ്ട്രീയത്തിലൂടെ സ്വാധീനം ഉറപ്പിക്കുവാനും BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ കോലാനി ചേരിയിലുണ്ടായ സംഭവം. അക്രമ സംഭവത്തിൽ കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് KG സജിമോൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് TJ ജോസഫ്, DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S അശോകൻ, KV സിദ്ധാർത്ഥൻ, ജാഫർ ഖാൻ മുഹമ്മദ്, KP റോയി, നെറ്റ്സി കുര്യാക്കോസ്, R ജയൻ, രാജേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു. ചൊവ്വാഴ്ച പാറക്കടവിൽ പ്രതിഷേധ യോഗം ചേരും. മാലിന്യങ്ങൾ അടിഞ്ഞ് നാശോന്മുഖമായ വെങ്ങല്ലൂർ തോട് ശുചീകരിക്കുകയാണ്. നഗരസഭ 3, 4, 5 വാർഡുകളിലൂടെ കടന്നുപോകുന്ന തോടിന്റെ നവീകരണം നാട്ടുകാർ സന്നദ്ധ പ്രവർത്തനത്തിലൂടെയാണ് നടപ്പാക്കുന്നത്. പാഴ്ചെടികൾ വളർന്നും പരിസരവാസികൾ മാലിന്യങ്ങൾ തള്ളിയും തോടിനെ നാശത്തിന്റെ വക്കിലെത്തിക്കുകയായിരുന്നു. തോടിനെ പുനരുദ്ധരിച്ച് മാലിന്യ നിക്ഷേപത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം. ഞായറാഴ്ചകളിലാണ് ശുചീകരണ ജോലികൾ നടപ്പാക്കുന്നത്. കൌൺസിലർമാരായ PC ജയൻ, K ദീപക് എന്നിവർ നേതൃത്വം നൽകും. ഈ തോട് നിരവധിയായ ആളുകൾ കുളിക്കുന്നു. ഏതാണ്ടൊരു 200ഓളം കുടുംബക്കാർ കുളിക്കുന്ന ഒരു തോടായിരുന്നു. ഈ തോടിന് വലിയ വീതിയിലുള്ള ഒരു തോടായിരുന്നു. ആ തോടിൽ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലം ആരംഭിക്കുന്നതോടുകൂടി മഴക്കാലത്തും ആളുകൾ വേസ്റ്റ് വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും ഈ തോട്ടിലാണ് നിക്ഷേപിക്കുന്നത്. വാർഡ് സഭകളിലും അതുപോലെ ഏത് പരിപാടികളിലാണെങ്കിലും ഈ തോടിൽ വേസ്റ്റ് ഇടരുതെന്ന് കൌൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. തൊടുപുഴ നഗരസഭയ്ക്ക് ആകെ മാതൃകയായിക്കൊണ്ട് ഇന്ന് PC ജയൻ വാർഡ് കൌൺസിലറായിട്ടുള്ള ഈ വാർഡിൽ നിന്നും ആരംഭിക്കുന്ന ഈ സേവന വാരം ഇത് കഴിഞ്ഞ ഞായറാഴ്ചയും ഈ ഞായറാഴ്ചയും തുടർന്നിരിക്കുകയാണ്. അതായത് 4-ാം വാർഡ് ഉൾപ്പെടെയുള്ള 3-ാം വാർഡ് 5 വാർഡുകളിൽ നിന്നുള്ള ഈ തോടിന്റെ ശോചനീയാവസ്ഥ ഇന്ന് വളരെ നമുക്ക് കാണുമ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വളരെ ദുഃഖം തോന്നുന്ന ഒരു കാര്യമാണ്. തൊടുപുഴ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും തൊടുപുഴ സിസിലി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി മേജർ ഡോണർ വേണുഗോപാലൻ മേനോൻ നിർവഹിച്ചു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് P അശോക് കുമാർ അധ്യക്ഷനായിരുന്നു. MM മാത്യു പ്രസിഡന്റും KS ഹരികൃഷ്ണൻ സെക്രട്ടറിയും ബെന്നി K ജോർജ് ട്രഷററുമായ സമിതിയാണ് ചുമതലയേറ്റത്. My heart is filled with satisfaction only because of the service rendered to the highly needed people in our society. It's a great privilege and honor to lead an international club with a sincere and a dedicated will to serve the community. Before stepping down the post of president of this great club, I express my sincere gratitude to Rotarians, Rotarians, and I especially thank our IPP, Rotarian, PHM, Jayendra, very special, Assistant Governor, Rotarian, Dr. Shani, District General Secretary, Rotarian, Joseph Lucas is serving the club, the right hand of the President. You already seen the presentation
the activities during the year 2011. We have got that is the പുറപ്പുഴ പഞ്ചായത്തിലെ നായർ കോളനി പാലം മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 7,50,000 രൂപ ചെലവിൽ ഇവിടെയുള്ള തോടിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെനീഷ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. കോലാനി മരണാലിൽ തങ്കമ്മയുടെ വീടിന്റെ ഒരു ഭാഗം കഴിഞ്ഞ രാത്രി 2 മണിയോടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ ശേഷിക്കുന്ന ഭാഗം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ രാത്രി 2 മണിക്ക് വൻ ശബ്ദത്തോടെയാണ് വീടിന്റെ തറ സഹിതം ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. ഈ സമയം തകർന്നു വീണ ഭാഗത്ത് വീട്ടുകാർ ഉണ്ടായിരുന്നില്ല. വാർഡ് കൌൺസിലറും മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ നെൽസി കുര്യാക്കോസ് സ്ഥലം സന്ദർശിച്ചു. പൂർണ്ണമായിട്ടും തകർന്നിരിക്കുക. അത് ഈ വരാന്തയും ആ മുറി ചെറിയ തോതിലൊന്നും സഹായം കൊണ്ട് നടക്കുകയല്ല. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ പണിത് തീർക്കാമെന്ന് മാത്രം. ചെറിയ തോതിലൊന്നും പറ്റത്തില്ല. നല്ല കാറ്റും മഴയുണ്ടായിരുന്നു. ഒരൊച്ചകെട്ടോടാണ് ഞങ്ങൾ ഏറ്റപ്പം ഒരു പെരയുടെ സൈഡ് ഇടിഞ്ഞിരിക്കുകയായിരുന്നു. ഉടനെ ഞാനും അനുജനും കൂടി മുട്ട കൊടുക്കാമെന്നതിനും വീണ്ടും അത് മറിഞ്ഞ താഴത്തേക്ക് പോരുമായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വീട് മെയിൻ്റനൻസിന് കൊടുത്ത പൈസ കൊണ്ട് അവർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇനി ഇവരുടെ ആയ കാലം മുഴുവൻ പണിയെടുത്താലും ഇവർക്ക് ഇങ്ങനെ ഒരു വീടുണ്ടാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കാരണം ഈ വീട്ടിലെ തങ്കമ്മ എന്ന കുടുംബശ്രീ രോഗിയും അവശയുമാണ്. അവരെ കൊണ്ടൊന്നും ഇനി പണിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു മകനുള്ളാണ് എൻ്റെ വരുമാനം കൊണ്ടാണ് കൂലിപ്പണി ചെയ്ത് കിട്ടുന്നതുകൊണ്ട് കുടുംബം പുലർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നല്ല ശബ്ദത്തോടു കൂടിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അല്ലെങ്കിൽ അറിയാമായിരുന്നു. 12:30 മണി രാത്രി ആയപ്പോഴാണ്. പിന്നെ അയൽവക്കക്കാരെല്ലാവരും എല്ലാവരും വന്ന് കണ്ടു. വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ ജീവിതം. ജീവന് വളരെ ഭീഷണിയായിട്ടാണ് ഇപ്പോൾ അവർക്ക് കിടക്കാൻ വരെയും ഇനി ഇടവില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മേഖലയിലെ തരിശുപാടങ്ങളിൽ മീൻ വളർത്താൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് മന്ത്രി പി ജെ ജോസഫ്. മാലിന്യങ്ങൾ അടിഞ്ഞ് ഒഴുക്ക് നിലച്ച വെങ്ങല്ലൂർ തോടിന് ശാപമോക്ഷമാകുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തോട് ശുചീകരിക്കുന്നു. പുറപ്പുഴ പഞ്ചായത്തിലെ നായർ കോളനി പാലം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.